ഒറ്റ കാര്യം കൂടി നോക്കൂ, എല്ലാവരും ഇങ്ങനെയല്ലേ, അല്ലെങ്കിൽ ആരായാലും പണം വാങ്ങും എന്നുള്ള ഒരു പൊതുവൽക്കരണം അത് അപകടകരമായ ഒരു കാര്യമാണ്. നോക്കൂ, ആ, ബാർ ഉടമകളുടെ കയ്യിൽ നിന്ന് 2.5 ലക്ഷം രൂപ വരെ പിരിച്ച് സംസ്ഥാന സർക്കാരിന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ 500-600 പേര് ഇൻവോൾവ് ചെയ്യുന്ന ഒരു കാര്യമാണത്. അതൊന്നും പുറത്തു വരില്ല എന്നാണോ കരുതുന്നത്? അപ്പോൾ നമ്മൾ എല്ലാവരെയും അഴിമതിക്കാരാക്കുക, ആളുകളുടെ മുമ്പിൽ സംശയത്തിൻ്റെ നിഴലിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ രീതിയല്ല. അങ്ങനെയല്ല നമ്മൾ മദ്യനയം സാധാരണക്കാർ. ഉണ്ടാകുന്നതിന് മുമ്പ് അതിനൊരു ചർച്ച നടത്തുന്നത് എന്തിനാണ്? മദ്യനയവുമായി ബന്ധപ്പെട്ട് ഒരു എക്സിക്യൂട്ടീവ് യോഗം വിളിക്കുന്നതെന്ന് പറയുമ്പോൾ അജണ്ട പുറത്തു വരികയാണല്ലോ. അപ്പോൾ എന്തിനാണ് അങ്ങനെയെങ്കിൽ സർക്കാരിൽ നിന്ന് ആരോ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു ആലോചനകൾ നടക്കുന്ന എത്തിക്കുന്ന ആരോ ഉണ്ട്. ആ ഒരു അന്വേഷണം കൂടെ അല്ല, നടത്തണം. മദ്യനയവുമായി ബന്ധപ്പെട്ട് ഇതിനകം തന്നെ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഉദ്യോഗസ്ഥ തലത്തിൽ. സെക്രട്ടറിമാരുടെ ഒരു സമിതിയുണ്ട്, ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള. ആ സമിതി ഇതിനകം തന്നെ മദ്യനയവുമായി ബന്ധപ്പെട്ട് പ്രാഥമിക ചർച്ച തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ആ സമിതിയുടെ ഒരു നിർദ്ദേശമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഡ്രൈ ഡേ നീക്കം ചെയ്യണം, അങ്ങനെയാണെങ്കിൽ വരുമാനം ഇത്ര വർദ്ധിക്കുമെന്ന്. പക്ഷേ ഉദ്യോഗസ്ഥന്മാർ പറയുന്നതല്ലല്ലോ സാധാരണഗതിയിൽ ഒരു സംസ്ഥാന. എക്സൈസ് മന്ത്രിയുടെ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഡ്രൈ ഡേ പിൻവലിക്കാനോ ബാറുകളുടെ സമയം കൂട്ടാനോ സർക്കാർ തീരുമാനിച്ചിട്ടില്ല, ആലോചിച്ചിട്ട് പോലുമില്ല. അതന്നെയാണ് ഈ പറയുന്നത്. വർഷം നോക്കൂ, ഈ സംസ്ഥാന വർഷത്തെ മദ്യനയം സംബന്ധിച്ച പ്രാഥമിക ആലോചന പോലും ആരംഭിച്ചിട്ടില്ല. അദ്ദേഹം ഇതിനുശേഷം ഈ വിവാദങ്ങൾക്ക് ശേഷം ഇട്ട ഞാൻ ഫേസ്ബുക്ക് പറയുന്ന പോസ്റ്റ്. കാര്യം തന്നെയാണ് സ്മൃതി ആവർത്തിക്കുന്നത്. അതായത് ഉദ്യോഗസ്ഥ തലത്തിൽ ആ ചർച്ച നടക്കുകയും ഉദ്യോഗസ്ഥ തലം, അതായത് സെക്രട്ടറിമാരുടെ ആ യോഗം സംസ്ഥാന സർക്കാരിനോട് ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം എന്ന് പറയുന്നത് ഇടതുപക്ഷ ആദ്യം സംസ്ഥാന പാർട്ടികൾ ചർച്ച ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം ഇടതുപക്ഷ പാർട്ടികളുടെ സംസ്ഥാന ഏകോപന സമിതിയുണ്ട്. ആ സമിതി അംഗീകാരം കൊടുത്താൽ മാത്രമേ ക്യാബിനറ്റ് അക്കാര്യം പരിഗണിക്കുകയുള്ളൂ. ഇതാണ് സാധാരണഗതിയിൽ നടക്കുന്ന കാര്യം. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഇവിടെ ഓരോ ബാർ ഉടമയും 2.5 ലക്ഷം രൂപ കൊടുക്കുന്നു, എന്നിട്ട് 10-600 പേര് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കാര്യം പുറത്ത് വരുമോ ഇല്ലയോ എന്ന് സംബന്ധിച്ച് നമ്മൾ സംശയം പ്രകടിപ്പിക്കുന്നു. ആരായാലും പണം വാങ്ങും, എല്ലാവരും ഇങ്ങനെയല്ലേ എന്നൊക്കെ നമ്മൾ ഈ വേദിയിൽ ഇരുന്ന് പറയാന്ന് പറഞ്ഞാൽ നാണക്കേടാണ്. ഇതൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. നമ്മളെന്തിനാണ് പ്രതിപക്ഷത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്മൾ തന്നെ അന്വേഷണം നടത്തിയാൽ പോരെ? ഇത്തരം കാര്യങ്ങൾ പുറത്തു വരാൻ വല്ല 10-600 പേര് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു അഴിമതി നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ലെങ്കിൽ ഈ പണി നിർത്തുകയല്ലേ വേണ്ട. പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം എന്ന് പറയുന്നത് മദ്യനിരോധനമല്ല, മദ്യവർജനമാണ്. ആ മദ്യവർജനത്തിലേക്ക് എങ്ങനെ ആളുകൾ എത്തിക്കുക? അത് എന്താ പറയുക, ബാർ കോഴ കൊടുമ്പിരി കൊണ്ട ഘട്ടത്തിൽ പോലും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് മദ്യവർജനമാണ്, മദ്യനിരോധനം സാധ്യമല്ല. ആ സമയത്ത് മദ്യനിരോധനം നടപ്പാക്കാനായിരുന്നു UDF സർക്കാർ നോക്കിയത്. അത് പൊളിഞ്ഞു പാളിസായിരിക്കുന്നു. എല്ലായിടത്തും മദ്യനിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള എല്ലായിടങ്ങളിലും. ഗുജറാത്തിലേക്ക് പോകാം, ഗുജറാത്തിലെ മദ്യനിരോധനം. ഞാൻ അവസാനിപ്പിച്ചു, നിങ്ങൾ തുടർന്നോളൂ. ഗുജറാത്തിലെ മദ്യനിരോധനം നടപ്പാക്കി നിങ്ങൾക്ക് അവിടെ മദ്യം ഒഴുകുകയാണ്. അവിടെ എല്ലാം ഈ പറയുന്ന കള്ളക്കച്ചവടക്കാരുടെ ചർച്ച തുടരേണ്ടത്. Meet the editors.